എന്തെല്ലാണ് എടി പോയിനി വൈരിക്ക് എടിയാന്ന് പോയിനി. ഞാൻ സംഘത്തിന് പോയതാ. നീ ഒന്ന് സംഘത്തിന് വരാഞ്ഞിനി? സംഘത്തിന് ഇന്ന് ഉണ്ടാണ് ഞാൻ കയ്യല്ല എന്തല്ലോ ടെൻഷനും കാര്യം എന്തല്ലോ. ഞാൻ ഇന്ന് നിന്റെ സംഘത്തിന് ചോദിച്ചു നീ എന്താ വരാഞ്ഞിന്, അന്നേരം പറഞ്ഞു ഒളിന്ന് ലീവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കൂടി വരുന്നില്ല, അന്നേരം ഇവിടെ കയറാന്ന് വെച്ചിങ് വന്നേ. അതിനായിട്ട് വന്നതാ? ഇവിടെ കയറാനായിട്ട് വന്നിയാ നീ? എല്ലാം പിന്നെ രാവിലെ അന്ന് ഒരു വണ്ടീന്റെ ഒച്ച കേട്ടെ പൊലച്ച കീടുന്നല്ലേ കേട്ടിനി? വീട് തന്നെയാന്ന്. അത് പെണ്ണ് പോയതാണേ. അല്ല സംഘത്തൊന്ന് പറയുന്ന കേട്ടിനെ, കുടുംബശ്രീന്ന് ഓളെ പെണ്ണ് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളൊന്നും കണ്ടിട്ടില്ലപ്പ, അയൽവക്കായിട്ട് മറ്റു പെണ്ണ് വരുന്നല്ലേ, എല്ലാം വരാഞ്ഞ്. പിന്നെ ഇന്ന് പോയി രാവിലെ തന്നെ പഠിച്ചപ്പോ ഇന്നലെ വന്നു. ഒരു ദിവസം ലീവ് കിട്ടിയില്ലോ. അവിടെ വേഗം പോയി ലീവേ ഇല്ലോ. പറഞ്ഞിട്ടെന്നാ വേണ്ടേ. ഇന്ന് രാവിലെ തന്നെ പോകുമ്പോ മുഖവും വീർപ്പിച്ച് സങ്കടത്തോടെ കഴിഞ്ഞും പോയി. ഇന്ന് രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അച്ഛനും മോളും കൂടിയിട്ട് ഇന്നലെ ഇടുന്ന് ഉഗ്രം കലമ്പ് ഒന്നാണേ. 10-22 വയസ്സായില്ല. ഇനിയൊരു കല്യാണം നോയിക്കൂടെ? പഠിച്ചിട്ടാ ജോലിയും കിട്ടി. ഇനിയൊരു കല്യാണം നോയിക്കൂടണേ. എല്ലാം പിന്നെ കല്യാണത്തിന്റെ പ്രായലായ ഇനി 22 വയസ്സായിട്ട് എന്നും കല്യാണത്തിന് പ്രായമായില്ല. അല്ല 22 വയസ്സായോണ്ടിനി. പിന്നെ ഇല്ലാണ്ട് നീ എന്നാ പറയുന്നേ രമ്യേ? 22 വയസ്സായില്ല. എത്ര കൊണ്ട് കൊല്ലം പോവണേ? കണ്ടൊക്കെ തിരിയൂല, ചെറിയ വണ്ണല്ലേ. മെലിഞ്ഞു ചേച്ചിട്ട് പ്രായമില്ലാണ്ടായി പോവാ. അതെ. ഇന്ന രാത്രി മോളെ ഒരു കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല. അച്ഛനും മോളും തമ്മിൽ ഇടുന്ന ഉഗ്രം കലമ്പ്. അല്ല ഞാൻ പറഞ്ഞേ വീട്ടില് വന്നു കഴിഞ്ഞാൽ എന്റെ പെണ്ണിന്റെ അടുത്തല്ല ഓള് വരുന്നല്ലേ, അങ്ങ് വന്നിട്ടൂല പെണ്ണ്. എന്നാലും ഞാൻ വെച്ചിരുന്നാണ് ഇവള് പറയാൻ ചേച്ചില്ല പെണ്ണ് വരുന്ന കാര്യമൊന്നും. ഇന്നലെ തിന്നാണ്ട് കിടന്ന് ഇന്ന് രാവിലെ രണ്ടാളും പോയി. പോകുമ്പോ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടാ പോയി രണ്ടാളും. ആ ദേഷ്യത്തോടെ കിഞ്ഞും പോയി. രണ്ടാളും വഴിക്കും അങ്ങ് പോയാ. ഇവക്ക് ചിന്തിച്ചാ പോരെ? അച്ഛനല്ലേ പറയുന്നേ അല്ലേ? എന്നാണേ പറയണ്ടത്. പിന്നെ മോളെ എന്തല്ലോ അന്നേരം പെണ്ണിന് കല്യാണം കഴിക്കണം ആഗ്രഹം ഇല്ല ഇപ്പൊ? വേണ്ടെന്നാ പറയുന്നത്. വേണ്ട, പഠിക്കണോന്നാണ്. പഠിച്ചിട്ട് ജോലിയായി. ഇനി പിന്നെ എന്തിനാ പഠിക്കുന്നേ? എല്ലാം ഒരച്ഛനല്ലേ പറയും. നോക്ക് കൂട്ടായിക്കൂടെ? നമ്മളല്ലേ ചെറുപ്രായത്തിൽ കല്യാണം, ഇവളെ പ്രായത്തിൽ 2 മക്കളായ നമുക്ക്. നീ അതിനിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാന്നറിയാ, ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്ക് ഇപ്പൊ കല്യാണമല്ല പ്രധാനം. പ്രധാനം എന്നാണ് അവരവരുടെ കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി വേണം. സ്വന്തം കാലിൽ നിൽക്കാനോ അവരവരെ കാര്യങ്ങൾ ചെയ്യാനോ ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാനുള്ള ഒരു ഇതാണ് വേണ്ടത്. നമ്മളിങ്ങനെ പണ്ടത്തെ ചിന്താഗതിയും കൊണ്ട് നിന്ന് പെൺകുട്ടികൾ കഴിക്കുന്നില്ല, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ല. അവർ വലുതാകുമ്പോൾ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ? അവരെ കാര്യങ്ങൾ അവർ ആക്കട്ടെ. അവർക്ക് ഒരു തുണ വേണം തോന്നുന്ന കാലത്ത് അവരാക്കട്ടെ. ഒരു ഇത് കല്യാണമെല്ലാം വേണ്ടുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ. പിന്നെ പൊന്നും പണ്ടൊന്നല്ല വേണ്ടത്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് ആദ്യം വേണ്ടത്. അത് ആണായാലും പെണ്ണായാലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കലാണ് മുഖ്യ പ്രധാനം. പിന്നെന്താണ്, ആങ്ങളാർക്ക് പെങ്ങള് കെട്ടിച്ചാലേ ആങ്ങളാർക്ക് കെട്ടിക്കാന്നുള്ള ഇതുണ്ടാ? ആങ്ങളാർക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ കെട്ടിച്ച് വരട്ടെ. ഇത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ പെണ്ണിനെ കഴിച്ചു വിട്ട് ചൊരിയാനെ കൂടി ആണിന് കെട്ടണോ? അതാ ചിന്താഗതിയിൽ മാറ്റേണ്ട സമയമായിനി. നീ ഇതും ജോലി ചെയ്ച്ചാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമോ? നീ ഓറ് വന്നിച്ചാ ഓറോട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക. പൊന്നും പണ്ടും ആക്കി വെക്കലല്ല. ഓക്കെ, ഇനി പഠിക്കണമെങ്കിൽ ഓള് പഠിച്ച് ജോലിയാക്കട്ടെ. നല്ല നല്ല ജോലി, നല്ല പൈസയുള്ള ഇതും കിട്ടിച്ചാകുമ്പോൾ ഓള് നല്ല രീതിയിലാവട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. ഓർക്ക് ഇപ്പോൾ ഓർ സാധാരണക്കാരനല്ലേ, ഓർ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടിയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മളെ മക്കളെ നമ്മളെ പോലെ അടുക്കളപ്പണി എടുക്കുക വേണ്ടത്. ഒരുപാട് പൊന്നും പണ്ടവും കൊടുത്തിട്ട് ആരാൻ്റെ അടുക്കളയിലേക്ക് കെട്ടിച്ചയക്കുക വേണ്ടത്. നീ ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ ഇപ്പം കേൾക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പൊ എന്തെല്ലാം കേൾക്കുന്ന, അച്ഛനും അമ്മയും ധിക്കരിച്ച് വേറെ ആളൊപ്പരം പോകുന്നു, അങ്ങനെ ഇങ്ങനെ പഠിക്കാൻ പോയ ദിക്കുന്നു ബമ്പാറ എന്തെല്ലോ കേസ് കെട്ടുള്ള അത് കേൾക്കുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മളെ മോളെ കൊണ്ടില്ലല്ലോ. അവർ നമ്മളെ നെയ്യണ്ട. അവരിഷ്ടം എന്നാന്ന് വെച്ചാൽ അതിലങ്ങ് നിൽക്കുക. അവർക്കുള്ള ഒരു സന്തോഷത്തോടെ അവർ പറഞ്ഞേക്കുക. അവരെ ആവശ്യത്തിനനുസരിച്ച് അവർ പറയുന്നത് നല്ലതുണ്ടെങ്കിൽ അവർക്ക് നല്ല പറഞ്ഞു കൊടുക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഇനി ഓക്ക് കല്യാണം ആകുമ്പോൾ കല്യാണത്തിന് തോന്നുന്ന സമയത്ത് നിങ്ങളോട് വന്ന് പറയല്ല, അന്നേരം നിങ്ങൾ കൈ പിടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യും. ഓർ വന്നിച്ചാൽ നീ ഇതും വിചാരിച്ച് വിഷമിച്ചിരിക്കൊന്നും വേണ്ട.